അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ നീരസം. അമേരിക്കൻ ഭീകരവിരുദ്ധ വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ രാജിവെച്ചിരിക്കുന്നു. അമേരിക്ക ഇറാനോട് നടത്തുന്ന യുദ്ധത്തോട് വിസമ്മതം പ്രകടിപ്പിച്ചാണ് പ്രധാന സുരക്ഷാ ഉദ്യോഗസ്ഥനായ ജോയ് കെന്റ് ജോലി രാജിവെച്ചത്. അമേരിക്കൻ ഭരണത്തിനുള്ളിൽ തന്നെ ഇറാൻ യുദ്ധത്തിനെതിരെ ശക്തമായി ചേരിതിരിവ് നടക്കുന്നുണ്ട് എന്നതിന് തെളിവാണ് ജോയ് കെന്റിയുടെ രാജി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം എഴുതിയ രാജിക്കത്ത് അദ്ദേഹം ചൊവ്വാഴ്ച എക്സിൽ പങ്കുവച്ചിരുന്നു. ഇറാനിൽ നടക്കുന്ന യുദ്ധത്തെ എനിക്ക് എൻ്റെ മനസ്സാക്ഷിക്കനുസരിച്ച് പിന്തുണക്കാൻ കഴിയില്ല എന്നാണ് കെന്റ് എഴുതിയത്. ഇറാൻ നമ്മെ ആക്രമിക്കാൻ പോകുന്ന അവസ്ഥയിലായിരുന്നില്ല. പക്ഷേ ഇസ്രായേലിന്റെയും അതിന്റെ അതിശക്തമായ അമേരിക്കൻ ലോബിയുടെയും സമ്മർദ്ദം കാരണം അമേരിക്കയാണ് ഈ യുദ്ധം തുടങ്ങിവെച്ചത്. കെന്റ് അമേരിക്കയിലെ പ്രധാന തീവ്രവാദ വിരുദ്ധ ഏജൻസിയുടെ തലവനായിരുന്നു. അതാണ് രാജ്യത്തിന് ലഭിക്കുന്ന ഭീകരവാദ വിവരങ്ങൾ ശേഖരിച്ച് പഠിക്കുന്ന സ്ഥാപനം. കെന്റ് എക്സിൽ തന്റെ തുറന്ന പോസ്റ്റിലൂടെ ലോകത്തോട് പറയുന്നത് അമേരിക്ക ലോകത്തോട് കാണിക്കുന്ന വഞ്ചനയും കൊടിയ ക്രൂരതയുമാണ്. തങ്ങളോട് വിധേയത്വം കാണിക്കാത്ത രാജ്യങ്ങളെ ഒരു കാരണം കണ്ടെത്തി നശിപ്പിക്കുന്ന അനീതിയാണ്, അതിക്രമമാണ്. കെന്റ് ഒരു മുൻ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് സൈനികനും ഇറാഖ് യുദ്ധമടക്കം നിരവധി യുദ്ധങ്ങളിൽ പങ്കെടുത്ത വ്യക്തിയുമാണ്. കെന്റിന്റെ അതേ കാഴ്ചപ്പാടുകൾ കൊണ്ട് തന്നെയാണ് നാറ്റോ രാജ്യങ്ങൾ ട്രംപിന്റെ ഹോർമുസിലേക്കുള്ള ക്ഷണത്തെ നിരാകരിച്ചത്. കെന്റിന്റെ രാജിക്കെതിരെ ട്രംപ് ഓവൽ ഓഫീസിൽ വെച്ച് ശക്തമായി തന്നെ പ്രതികരിച്ചു. ഞാൻ എപ്പോഴും അവൻ നല്ലയാളാണെന്ന് വിചാരിച്ചിരുന്നു. ഒപ്പം തന്നെ സുരക്ഷാ കാര്യങ്ങളിൽ അവൻ ദുർബലനാണെന്ന് വിചാരിച്ചിരുന്നു. ഡൊണാൾഡ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് അങ്ങനെയായിരുന്നു. അവൻ ഇറാൻ ഒരു ഭീഷണിയല്ലെന്ന് പറഞ്ഞതിനാൽ അവൻ പുറത്തു പോയത് നല്ല കാര്യം തന്നെയാണ്. ട്രംപ് അവസരത്തിനനുസരിച്ച് സംസാരിക്കാൻ അറിയാവുന്ന ഒരാളാണ്. ഉള്ളതിനെ ഇല്ല എന്ന് പറയാനും ഇല്ലാത്തതിനെ ഉണ്ടെന്ന് പറയാനും അസാമാന്യ കഴിവുണ്ട്. അതുകൊണ്ട് ഏത് വീഴ്ചയിലും പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയും. വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിന ലെവിറ്റും ട്രംപിന് കൂട്ടായി കെന്റിന്റെ രാജിയെ തള്ളിക്കൊണ്ട് പറഞ്ഞത് അപമാനകരവും പരിഹാസവും എന്നാണ്. അതേസമയം ടക്കർ കാൾസൺ പറഞ്ഞത് കെൻ ജോയ് ഞാൻ അറിയുന്ന ധൈര്യശാലിയായ ഒരാളാണ്. അയാളെ ഒരു ഭ്രാന്തനായി തള്ളിക്കളയാനാവില്ല. അവൻ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള പ്രധാന ഇന്റലിജൻസ് വിവരങ്ങളിലേക്ക് പ്രവേശനം ലഭിക്കുന്ന ജോലി ഉപേക്ഷിക്കുകയാണ്. അതിനാൽ നിയോ കൺസർവേറ്റീവ് വിഭാഗം അവനെ നശിപ്പിക്കാൻ ശ്രമിക്കും എന്നാണ്. കെന്റ് ഇപ്പോൾ തന്നെ അമേരിക്കൻ വലതുപക്ഷ വിഭാഗത്തിന്റെ നോട്ടപ്പുള്ളിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അമേരിക്ക ഇസ്രായേലിന്റെ ദൂഷിത വലയത്തിൽ അകപ്പെട്ടു എന്ന കെന്റിന്റെ തുറന്നു പറച്ചിൽ അമേരിക്കയിൽ മാത്രമല്ല ആഗോളതലത്തിലും വലിയ ചർച്ചയാവുകയാണ്.